ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ബിഗ് ബോസിൽ ഈവനിങ്ങിൽ ഭയങ്കര ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. നമ്മളുടെ ഒനിയൽ മസ്താനിയെ കയറി പിടിച്ചു എന്നും പറഞ്ഞിട്ട്. ആക്ച്വലി ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇതിനകത്ത് നമ്മൾക്ക് ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതോ അല്ലെ അത് കഴിഞ്ഞ് മണിക്കൂറുകളോളം മസ്താനിയും ലക്ഷ്മിയും ഒനിയലും ഒക്കെ കൂടെ ഒരു സോഫയുടെ ചുറ്റും ഇരുന്ന് ഒരു സോഫയിലിരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സമയത്തൊന്നും ഇങ്ങനെ ഒരു ടോക്ക് അവിടെ വരുന്നില്ല. മസ്താനയുടെ മുഖഭാവത്തിൽ അത് വരുന്നില്ല, ഇതൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഇവരിപ്പോൾ അത് കഴിഞ്ഞിട്ട് മസ്താനി ലക്ഷ്മിയോട് പറഞ്ഞു, ലക്ഷ്മിയാണ് ആക്ച്വലി ഇത് വലിയൊരു ഇൻറ്റൻഷനിൽ പിടിച്ചതാണെന്നുള്ള ഒരു ടോക്കിലോട്ട് വന്നേക്കുന്നത്. ലക്ഷ്മി കയറി ഭയങ്കരമായിട്ട് ഫയറൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലക്ഷ്മിക്ക് ഒരു കണ്ടൻറ്റ് കിട്ടിയത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. ലക്ഷ്മി ഇത്രയും കിടന്ന് റേസ് ആവേണ്ട ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. ഒന്നാമത് ലക്ഷ്മി ഈ സംഭവം കണ്ട ഒരാളല്ല. രണ്ടാമത് ഇത് ആ സമയത്ത് അങ്ങനെ മസ്താനിക്ക് അങ്ങനെ തോന്നിയിരുന്ന മസ്താനിക്ക് ആ സമയത്ത് തന്നെ പ്രതികരിക്കാം. ഒനിയലിനെ കയറി പിടിച്ചു എന്നുള്ള അവിടെ വെച്ച് തന്നെ പറയാം. അതും കഴിഞ്ഞ് അതിൻ്റെ അമരവും കഴിഞ്ഞ് മണിക്കൂറുകൾക്കിപ്പുറം രാത്രിയിൽ എല്ലാവരും കിടക്കുന്ന ഈ ഒരു സമയമായപ്പോഴത്തേക്ക് പറയേണ്ട കാര്യമില്ല. അത്ര ഒരു സംഭവം അവിടെ നടന്നിട്ടുമില്ല. നടന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ഗെയിമിൻ്റെ ഇവർ വിന്നറായെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. ആ സമയത്ത് ഒനിയൽ റൈറ്റ് സൈഡിലോട്ട് മൂവ് ആകുമ്പം ഒനിയൽ അടിതെറ്റി ഇങ്ങനെ വീഴാനായിട്ട് ഭാവിക്കുന്നുണ്ട്. ഒനിയലിന് ഒന്നാമത് കുറച്ച് വണ്ണവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ബോഡി അത്ര കൺട്രോളിൽ ഈ സമയങ്ങളിലൊക്കെ നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെ അടിതെറ്റി വീഴാൻ ഭാവിച്ചപ്പോഴത്തെ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കാതാണ് ആ ആളെ കയറി പിടിക്കുന്നത്. അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരിടത്ത് വെച്ച് മറിഞ്ഞ് വീഴാൻ പോകുമ്പോൾ നമ്മൾ കയറി പിടിക്കുന്ന ആണിനെയാണോ പെണ്ണിനെയാണോ കുഞ്ഞിനെയാണോ ഇതൊന്നും നമ്മൾ നോക്കത്തില്ല. കൈ എത്തുന്നിടത്ത് കൈ കിട്ടുന്നിടത്തോട്ട് പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വീണ സമയത്ത് അത് ഒനിയലിൻ്റെ ഭാഗ്യദോഷം മസ്താനിയായിപ്പോയി. പിന്നെ അങ്ങനെ വീണിട്ട് ഇത് ബിഗ് ബോസ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ശരിക്കും ഇതിനകത്ത് കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് കഴിയുമ്പം ഈ മസ്താനിയുടെ വയറിൽ ഒനിയലിൻ്റെ കൈ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്തും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒനിയൽ വീണപ്പോൾ ശരി മസ്താനിയെയും പിടിച്ചുകൊണ്ട് വീണു. എഴുന്നേൽക്കുമ്പോഴും അതേപോലെ തന്നെ ഒരു സപ്പോർട്ടിലാവണം എഴുന്നേൽക്കുന്നത്. നമ്മളങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് ഇച്ചിരി തടിയൊക്കെ ഉള്ള ഒരാളാകുമ്പോഴത്തേക്ക് ആ സമയത്ത് പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ നോക്കുമ്പം ആ കൂടെയുള്ള ആളുടെ വയറ്റത്താണോ പിടിച്ചതെന്നൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല, ഒനിയൽ ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് എൻ്റെ സത്യവും. അപ്പോൾ അവിടുന്ന് അങ്ങനെ എഴുന്നേറ്റു. അത് പിന്നീട് വളരെ സമയങ്ങൾക്ക് ശേഷമാണ് ഇൻറ്റൻഷനലി അങ്ങനെ പിടിച്ചു എന്നുള്ളൊരു ടോക്ക് വരുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ടും ഒനിയലിന് മസ്താനി അങ്ങനെ ഒരു നോട്ടമോ അല്ലെങ്കിൽ തിരിച്ചൊരു ഇതോ ഒന്നും ഉണ്ടാവുന്നില്ല. ഇപ്പം അങ്ങനെ ഇൻറ്റൻഷനലി ആണെങ്കിൽ പിന്നീട് ആ ആളുടെ ബിഹേവിയർ കൊണ്ട് നമുക്ക് മനസ്സിലാകും. ആ ആളുടെ നോട്ടവും രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരന്നേരം കാണിച്ചത് ഈ രീതിയിലായിരുന്നു എന്ന്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഒനിയൽ ഇതിനകത്ത് വന്ന് നമുക്കിതുവരെ അങ്ങനെ ഒരു ഒനിയലിനെ കുറിച്ച് അങ്ങനെ ആർക്കും ഒരു കംപ്ലൈൻ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രൊവോക്ക് ചെയ്യും. അതുമാത്രമല്ലാണ്ട് ഇങ്ങനെ ഒരു കാര്യം ഒനിയൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ആ ലൈവ് കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഞാനത് കണ്ടിട്ട് എനിക്കത് ഇൻറ്റൻഷനലി ചെയ്തതാണെന്ന് ഒട്ടുമേ തോന്നുന്നുമില്ല. ഇനി ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഈ ക്ലിപ്പെടുത്ത് കാണിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലായിക്കോളും അത് ലക്ഷ്മിക്കൊരു അനുമോളെ അന്ന് എല്ലാവരും കൂടെ ക്രൂശിച്ചതിനെക്കാട്ടിൽ ക്രൂശിക്കപ്പെടും ഇത്. കാരണം ഒനിയലിന് ഈ ഒരു സംഭവം ഒനിയലിന് വളരെ നെഗറ്റീവായിട്ട് പുറത്തു വരുന്ന ഒരു സംഭവമാണ്.